ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിത മിസ് ആണ്. അപ്പോൾ നമ്മുടെ USS എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുവരെ നിന്നതുപോലെയൊന്നും അല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സമയമാണ് ഇപ്പം നമ്മുടെ മുന്നോട്ടുള്ളത്. അപ്പോൾ എനിവേ നമ്മുടെ USS എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ മാക്സിമം മക്കളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും ലാഗില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ ലൈറ്റ് ഹിറ്റ് ഓൺ എ സർഫസ് ആൻഡ് ബൗൺസ് ബാക്ക് ദ ഫിനോമിനൻ ഈസ് കോൾഡ്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അപ്പൊ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ഫോളിംഗ് ഓഫ് ലൈറ്റ്, പതനം; റിഫ്ലക്ഷൻ, പ്രതിപതനം; ഡിസ്പേർഷൻ, പ്രകീർണനം; റിഫ്രാക്ഷൻ, അപവർത്തനം. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? മക്കൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയുന്ന കാര്യമാണ്, എങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ആദ്യം പറയുന്നത് ഫോളിംഗ് ഓഫ് ലൈറ്റ്, അതായത് പതനം. എന്താണ് പതനം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ സർഫസിലേക്ക് നമുക്കറിയാം ലൈറ്റ് റേ വന്നിങ്ങനെ പതിക്കുന്നുണ്ട്. അതായത് ലൈറ്റ് റേ വിൽ ബി ഇൻസിഡന്റ് ഓൺ ദി സർഫസ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ പതനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് റിഫ്ലക്ഷൻ, പ്രതിപതനം. അപ്പൊ പ്രതിപതനം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ നമ്മളൊരു സർഫസ് എടുത്തു, അതിന്റെ ഒരു പോയിന്റിലേക്ക് വന്ന് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അങ്ങനെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബൗൺസ് ബാക്ക്, അത് റിട്ടേൺ ബാക്ക് ചെയ്യുന്നു. അതായത് അത് വന്ന അതേ മീഡിയത്തിലേക്ക് തന്നെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ കീപ്പ് ചെയ്ത് അത് തിരിച്ചു പോകുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്പേർഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ പ്രിസത്തിന്റെ ഒക്കെ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ആണല്ലേ. അപ്പൊ ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല 7 ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നുള്ളതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനെയാണ് നമ്മൾ വിബ്ജിയോർ, മഴവില്ല് എന്നൊക്കെ, റെയിൻബോ എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന ആ ഒരു പ്രക്രിയനെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ വിബ്ജിയോർ എന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. വിബ്ജിയോർ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, പിന്നെ ഏതാണ്? ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പം ഡിസ്പേർഷൻ, പ്രകീർണനം എന്ന് പറയുമ്പോൾ മക്കളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് വിബ്ജിയോർ ആണ്. ഓക്കെ. ഇനി റിഫ്രാക്ഷൻ, അപവർത്തനം. എന്താണ് റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഇതുപോലെ നമ്മളൊരു സർഫസ് എടുത്തു, ഈ സർഫസിൽ ഈ ഒരു പോയിന്റിലേക്ക് വന്ന് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തു. അങ്ങനെ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്, അത് സെയിം മീഡിയത്തിലേക്ക് റിട്ടേൺ ബാക്ക് ചെയ്യുന്നു, ബൗൺസ് ബാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ റിഫ്രാക്ഷൻ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് അതിൻ്റെ വേറെ ഒരു മീഡിയത്തിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ചെറിയ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മീഡിയം, നമ്മുടെ മാധ്യമം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് അടുത്ത മീഡിയത്തിലേക്ക് വരുന്നു. അതാണ് നമ്മുടെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഇനി മക്കൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് ഏത് പേരിലായിരിക്കും? ഈ കൊടുത്തിരിക്കുന്നതിൽ 4 എണ്ണത്തിൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനമായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിന്റെ പ്രതിപതനം എന്നാണ് പറയുന്നത്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ എ സർഫസ്. ഓക്കെ. അപ്പൊ ഈ ഒരു ആൻസർ പഠിച്ചപ്പോഴേക്കും നമ്മൾ 4 പുതിയ കാര്യങ്ങളും കൂടി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് മെറ്റീരിയൽ ഡസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കർ ബെസ്റ്റ്? താഴെ പറയുന്ന വസ്തുക്കളിൽ ഏതിലാണ് പ്രകാശം പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രതിപതനം നന്നായി സംഭവിക്കുന്നത്? അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലെവിടെയാണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രതിബിംബം കിട്ടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ന്യൂ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, അതായത് പുതിയ സ്റ്റീൽ പ്ലേറ്റ്; കാർഡ്ബോർഡ് ഉണ്ട്; കളേർഡ് ക്ലോത്ത് ഉണ്ട്; റൂഫ് ടൈൽ ഉണ്ട്. ഓക്കെ. പ്രകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നമ്മൾ 2 തരത്തിലുള്ള റിഫ്ലക്ഷൻ ഒക്കെ പഠിച്ചായിരുന്നല്ലേ. എങ്ങനെയായിരുന്നു? ഈ സ്റ്റീൽ പ്ലേറ്റ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മിനുസമുള്ള കണ്ണാടി ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ഒരു ലൈറ്റ് വന്ന് ഫോൾ ചെയ്യുവാണെങ്കിൽ, ലൈറ്റ് വന്ന് പതിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ എന്താണ്? റെഗുലർ ആയിട്ട് റിഫ്ലക്ഷൻ പോസിബിൾ ആണ്. ഇതിനെയാണ് നമ്മൾ ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇതാണ്ട് ഇതുപോലെ ലൈറ്റ് വന്ന് ഓരോ പോയിന്റിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുവാണെങ്കിൽ റെഗുലർ ആയിട്ട് ഇറ്റ് വിൽ ബി ബൗൺസ് ബാക്ക്. കണ്ടോ? റെഗുലർ ആയിട്ട് അത് പോകുന്നു. അപ്പൊ ഇതിനെയായിരുന്നു നമ്മുടെ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതേസമയം ഒരു തരുതരുത്ത് അല്ലെങ്കിൽ ഒരു പരുപരുത്ത സർഫസിലൊക്കെ വന്ന് ലൈറ്റ് ഇതുപോലെ വന്ന് ഇൻസിഡന്റ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് ക്രമമായിട്ടൊന്നും ആവണമെന്നില്ല അല്ലെ. അത് റിഫ്ലക്ട് ചെയ്യുന്നത് അത് ക്രമരഹിതമായിട്ട് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെയായിരുന്നു നമ്മൾ വിസരിത പ്രതിപതനം എന്ന് നമ്മൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന ഏത് സർഫസിലാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പ്രതിപതനം കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ ക്ലിയർ ആയിട്ട് നമുക്ക്
നമുക്ക് പ്രതിബിംബം കിട്ടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഇതാണ്ട് ന്യൂ സ്റ്റീൽ പ്ലേറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 4 ഓപ്ഷനിൽ ഏറ്റവും മിനുസമാർന്ന ആ ഒരു സർഫസ് എന്ന് പറയുന്നത്. അപ്പം മിനുസമാർന്ന സർഫസിൽ പ്രതിപതനം നടക്കുന്ന സമയത്ത് റെഗുലർ ആയിട്ട് റിഫ്ലക്ഷൻ പോസിബിൾ ആവുകയും നമുക്കൊരു ക്ലിയർ ഇമേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആൻസർ എന്താണ് മക്കളെ? ന്യൂ സ്റ്റീൽ പ്ലേറ്റ് അല്ലെങ്കിൽ പുതിയ സ്റ്റീൽ പ്ലേറ്റ് ആണ് കേട്ടോ. അതിൻ്റെ റീസണും കൂടി മക്കളൊന്ന് ഓർത്തിരിക്കുക. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ എന്നീ വസ്തുക്കളിൽ പ്രകാശം പതിക്കുന്ന സമയത്ത് ക്രമമായിട്ട് പതിക്കുന്നു. ഇതിനെയാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾ വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷനും ഒന്ന് മൈൻഡിൽ ഓർമ്മയിലിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രകാശം ഉപരിതലത്തിൽ പതിക്കുന്ന ബിന്ദുവിനെ നമ്മൾ എന്താ പേരുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? The point where a light ray fall on a mirror is called. എന്താണ്? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു സർഫസിൽ വന്ന് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? റിഫ്ലക്റ്റഡ് റേ, അതായത് പ്രതിപതന കിരണം, ഇൻസിഡന്റ് റേ, പതന കിരണം. അപ്പം ചോദ്യം നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി, കാരണം ഇത് രണ്ടും എന്താണ്? റേ ആണ്. അപ്പോൾ ഇത് രണ്ടുമല്ല ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് പോയിന്റ് ഓഫ് ഇൻസിഡന്റ്, പതന ബിന്ദു, നൺ ഓഫ് ദിസ്, ഇവയൊന്നുമല്ല. ഏതാണടാ ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പതന ബിന്ദുവാണ് കേട്ടോ. ഈ സർഫസിൽ ഈ പോയിന്റിൽ വന്നിട്ടാണ് നമ്മുടെ ലൈറ്റ് വന്ന് തട്ടി അത് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻസിഡന്റ് അല്ലെങ്കിൽ പതന ബിന്ദു എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ലൈറ്റ് ഇൻസിഡന്റ് ഓൺ എ മിറർ ഈസ് നോൺ ആസ്. ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സർഫസ് ഉണ്ട്, ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡന്റ്, പതന ബിന്ദു. ഇവിടെ വന്ന് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അങ്ങനെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് വിൽ റിഫ്ലക്ട് ബാക്ക്, അതിങ്ങനെ പ്രതിഫലിച്ചു പോകുന്നു. അപ്പോൾ ഈ ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന ഈ ഒരു പ്രകാശരശ്മിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഇൻസിഡന്റ് റേ, പതന കിരണമുണ്ട്. റിഫ്ലക്റ്റഡ് റേ, പ്രതിപതന കിരണം. റിഫ്ലക്ഷൻ, പ്രതിപതനം. ലൈറ്റ് റേ, പ്രകാശരശ്മി. ഏതായിരിക്കും? നമ്മുടെ ചോദ്യത്തിൽ നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, പതിക്കുന്ന രശ്മിയാണെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുന്ന റേ ആണ്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതന കിരണമാണ്. റിഫ്ലക്ഷനിനെ പ്ലെയിൻ മിറർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇതാണ്ട് നമ്മുടെ ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതന കിരണം എന്ന് പറയുന്നത്. അത് ഈ ഒരു പോയിന്റിൽ, ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡന്റ്, പതന ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും ഇത് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു റേനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന കിരണം എന്ന് പറയുന്നത്. ഇതും കൂട്ടുകാർ ഓർത്തിരിക്കുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതന കിരണമാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ഈസ് നോൺ ആസ്. ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന പ്രതിപതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോൺ എന്താണ്, അല്ലെങ്കിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പം നമുക്ക് ഡെയിലി വരയ്ക്കുന്ന പോലെ തന്നെ ഇതാണ്ടേ ഒരു പോയിന്റ് ഓഫ് ഇൻസിഡന്റ്, ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ഇതാ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ഈ രണ്ട് റേ കൂടാതെ നമുക്കറിയാം പോയിന്റ് ഓഫ് ഇൻസിഡന്റിന് ലംബമായിട്ട് നോർമലായിട്ട് ഒരു റേ കൂടിയുണ്ട്. ഇതിനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേയും നോർമലും. ഇതിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഒന്ന് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്, മിറർ ആംഗിൾ ഉണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് പതന കോണുണ്ട്, നോർമൽ ആംഗിൾ അഥവാ ലംബകോൺ. അപ്പോൾ നോക്കിയാൽ അറിയാം, ലംബകോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് നമ്മുടെ നോർമൽ. ഇതാണ് നമ്മുടെ നോർമൽ റേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിളാണ്. അപ്പോൾ എന്താണേലും റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സുമായിട്ട് ഇതിന് എന്തൊരു ബന്ധമുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? പ്രതിപതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ഏതാണ്? റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ആംഗിൾ, അതായത് ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതും കൂട്ടുകാർ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ആംഗിൾ മാർക്ക്ഡ് ബിറ്റ്വീൻ ദി നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ ഇൻ ഗിവൺ ഫിഗർ? നേരത്തെ ചോദിച്ച മിസ് ഒന്ന് അഡീഷണൽ ആയിട്ട് പറഞ്ഞു തന്ന ചോദ്യമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ചിത്രത്തിൽ ലംബത്തിനും പതന കിരണത്തിനും ഇടയിലായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ എത്രയാണ്, അല്ലെങ്കിൽ കോണിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കി
നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ, ഇതാണ് നമ്മുടെ നോർമൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്തായിരുന്നു എന്ന് പറഞ്ഞത്? യെസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണോ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണോ, മിറർ ആംഗിൾ ആണോ, നോർമൽ ആംഗിൾ ആണോ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണ് കേട്ടോ. കാരണം ഇൻസിഡന്റ് റേയുമായിട്ടാണ് ഇതിന് ബന്ധമുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും നിങ്ങൾ ഓർത്തിരിക്കുക. ഇൻസിഡന്റ് റേ എന്താണ്, റിഫ്ലക്റ്റഡ് റേ എന്താണ് എന്നും കൂട്ടുകാർ ഓർത്തിരിക്കുക. പോയിന്റ് ഓഫ് ഇൻസിഡന്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. റിഫ്ലക്ഷൻ എത്ര തരത്തിലുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഇവയിൽ ഒരു ചോദ്യം കൂടി നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് പ്രതിപതനത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. രണ്ടാമത്തെ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. ഏതാണ്? പതനകോണിനേക്കാളും പ്രതിപതന കോൺ എന്ന് പറയുന്നത് വലുതായിരിക്കും. ഇനി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, അല്ലെങ്കിൽ പതനകോണിനേക്കാളും പ്രതിഫലന കോൺ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോ അനുസരിച്ച് നമ്മൾ റിഫ്ലക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് മെയിൻ ആയിട്ടുള്ള ലോ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ലോ പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആൻസർ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ പ്രതിപതനത്തിന് നിയമം അനുസരിച്ച് പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മളൊരു സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇങ്ങനെ പതിപ്പിക്കുവാണ്. ഓക്കെ, ആ ലൈറ്റ് വന്ന് പതിപ്പിക്കുന്നത് നമ്മുടെ നോർമൽ റേയുമായിട്ട് 45 ഡിഗ്രിയിലാണ്, അത്രയും കോണളവിലാണ് നമ്മൾ ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കോണളവിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും അവിടെ നിന്നും ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും എന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ദർപ്പണത്തിന് മുമ്പിൽ ഒരാൾ നിൽക്കുകയാണ്. ദർപ്പണത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ തൻ്റെ ഇടത് കൈ പൊക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ വലത് കൈ ഉയർത്തുന്നതായിട്ട് കാണുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അതായത് നമ്മളൊരു കണ്ണാടിന് മുന്നിൽ നിൽക്കുന്നു, എന്നിട്ട് മിസ് ഇതാ വലത് കൈ പൊക്കുന്ന സമയത്ത് മിസ്സിൻ്റെ ഇടത് കൈ പൊക്കുന്നത് പോലെയാണ് കണ്ണാടിയിൽ മിസ്സിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഏതാണ്? റിഫ്ലക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇൻവേർഷൻ ആണോ, അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ, അല്ലെങ്കിൽ പാർശ്വിക വിപര്യമാണോ, അല്ലെങ്കിൽ ഇവയൊന്നുമല്ലേ? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ മക്കൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, പരസ്പരം കമ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കുക. അങ്ങനെ എല്ലാ മക്കളും എന്താണ് ഇനി വരുന്ന എക്സാമിന് നല്ല മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എനിവേ നമുക്ക് ഇതിൻ്റെ കുറച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.